വിദ്യാഭ്യാസ സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാന നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നത് അതിലേക്ക്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മന്ത്രി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ഈ പ്രാവശ്യം നമ്മൾ അരമണിക്കൂർ അവർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് കാമണിക്കൂർ മുമ്പിലുള്ളതും കാമണിക്കൂർ പിന്നിലുള്ളതും അവസാനം 4 മണിക്ക് ശേഷമുള്ളതുമാണ് വർദ്ധിപ്പിച്ചത്. അത് ചില ഇടപാടുകൾ ഞങ്ങൾ നിർബന്ധമായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെന്നും, എന്നാൽ ഈ പ്രാവശ്യം അത് ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ട് നമ്മൾ ഈ കൊല്ലം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് നിങ്ങൾ സാവകാശം തരണമെന്നും അടുത്ത വർഷം അതിന് നമുക്കെന്താക്കാം മാറ്റവും പരിഹാരവും ഒക്കെ ഉണ്ടാക്കാന്നുള്ള ഉറപ്പ് മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഇറങ്ങിയതാണ്. ഈ വർഷം ഇംപ്ലിമെന്റ് ചെയ്തു പോയി, കലണ്ടർ ഇറക്കിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ അതിന് അവസരം തരണം, കാമണിക്കൂറല്ല അവസരം തരണം. അടുത്ത വർഷത്തേക്ക് ഇതിന് മാറ്റം വരുത്താൻ നമുക്ക് കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അംഗീകരിച്ചിട്ടുണ്ട്. അതായത് കാമണിക്കൂർ മുമ്പിൽ 10 മണിക്ക് മുമ്പ് തുടങ്ങുന്നത് മദ്രസ പഠനത്തിന് ദോഷമുണ്ടാക്കുമെന്നാണ് നമ്മൾ അവതരിപ്പിച്ചത്. അതിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മളും പറഞ്ഞു. അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടുണ്ട്. പക്ഷെ എങ്ങനെ കലണ്ടറൊക്കെ ഇറങ്ങി കോടതിയിൽ സമർപ്പിച്ചു പോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് ഇനി അനുവാദം തരണം, വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിച്ചിറങ്ങിപ്പോരാണ് ചെയ്തത്. തൃപ്തരാണ്. അത് നമ്മൾ പറഞ്ഞതും നമ്മൾ നിവേദനം കൊടുത്തതും അനുസരിച്ച് രാവിലത്തെ കാമണിക്കൂറുള്ളത് ചുരുക്കിയിട്ട് 10 മണിക്ക് തന്നെ ആക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇതില് ഗവൺമെന്റ് മാനേജ്മെന്റ് പ്രതിനിധികളുമായിട്ട് ഇവിടെ ചർച്ച, ഞങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം മാനേജ്മെന്റ് പ്രതിനിധികളായിട്ടുള്ള ചർച്ച ഉണ്ടായിരുന്നു. അതിലും ഞങ്ങൾ സമ്മതിച്ചു. അവിടെ കൂടിയിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വരുത്തിയിട്ടുള്ള സമയക്രമം അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ രക്ഷിതാക്കൾക്ക്, കുട്ടികൾക്ക്, അതോടൊപ്പം തന്നെ അധ്യാപകർക്ക്, മറ്റു വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ ഈ 9:45 ആരംഭിച്ചതും വൈകിട്ട് 4:15 അവസാനിപ്പിക്കുന്നതുമായി ഈ സമയക്രമം സമൂഹത്തിലുണ്ടാക്കിയ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഈ പുനരാലോചന നടത്തി എല്ലാവർക്കും സ്വീകാര്യമാവുന്ന രീതിയിൽ സമയക്രമം വരുത്തണം എന്നാണ് എല്ലാവരും അവിടെ നിന്ന് ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അത് മന്ത്രി അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. നേരത്തെ ഉമർ ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ ഈ വർഷം ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കോടതിയിൽ അത് അവതരിപ്പിച്ചതുകൊണ്ടുള്ള ഒരു പ്രയാസം അത് സഹകരിച്ചുകൊണ്ട് അടുത്ത വർഷം എല്ലാവരുമായി ചർച്ച ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന രീതിയിൽ അവിടെ ആ യോഗത്തിലും അതോടൊപ്പം ഞങ്ങൾക്ക് നേരത്തെ നടത്തിയ സമസ്തയുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ മന്ത്രിയുടെ ചർച്ചയിലും ആ രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിന്റെ തീരുമാനത്തെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. തുടർന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നേതൃത്വമായിട്ട് കൂടി ആലോചിച്ച് ശേഷം ഞങ്ങൾക്ക് അതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കും. മദ്രസ സമയത്തിൽ മാറ്റം വരുന്നില്ല. മദ്രസ സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിനൊപ്പം വരുന്ന ക്രമത്തിൽ തന്നെ തുടരും. അതിൽ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ രീതിയിലാണ് അത് ക്രമീകരിച്ചു പോരുന്നത്. സ്കൂൾ സമയം മാറ്റം വരുത്തുക എന്നുള്ളതാണ് അതിന് പരിഹാരമായിട്ടുള്ള മാർഗം. നേരത്തെ ബദൽ സമയം വെച്ചില്ല, അതാണോ അംഗീകരിച്ചിട്ടുള്ളത് ചർച്ചയിൽ? അത് ഞങ്ങൾ 2-3 ഓപ്ഷൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന്റെ കോപ്പി നിങ്ങൾക്ക് തരാം. ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അത് കോപ്പി തരാം. മന്ത്രിക്ക് കൊടുത്തിട്ടുള്ളതിന്റെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ തരാം. ഇതെല്ലാം തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് സമസ്ത മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനനുസൃതമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ചർച്ച ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് ഉള്ളത്.